ഉണ്ട ഒപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യം ഇല്ലാണ്ടാവും അല്ലെ. MPI എന്ന് പറഞ്ഞാല് മാവിന്റെ കൊമ്പ് പാട്ട് പാടിയിട്ട് വെറ്റില വള്ളി ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് പോകുന്നു, കായംകുളം കൊച്ചുണ്ണി അരി എടുക്കാൻ പോകുന്നു കേട്ടോ. ആലടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഒളിക്കുക. അപ്പൊ ടിഷ്യൂ എടുക്കുക. നമ്മളെ കൾച്ചർ അങ്ങനെയാ അല്ലെ. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാടോ ചങ്ങാതിമാരെ, ഉഷാറല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? നമ്മുടെ ക്ലാസ്സുകൾ SCERT ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടു പഠിക്കുന്നവർക്ക് 7ാം ക്ലാസ് പുതിയ SCERT ആണ് നമ്മൾ തുടങ്ങിയത്. ഇതുവരെ എടുത്ത മുഴുവൻ ക്ലാസിന്റെയും പ്ലേലിസ്റ്റ് 7ാം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റിന്റെ അതിന്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം. വരാൻ പോകുന്ന 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ ഏതൊരു കേരള PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകും. നമ്മുടെ ഫ്രീ ക്ലാസ്സുകളും വരാൻ പോകുന്ന വർഷത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരും ഈ വീഡിയോയുടെ അവസാനം ഞാൻ അവർക്കുള്ള ചില ടിപ്പുകൾ, എന്തൊക്കെയാണ് ഫ്യൂച്ചർ ക്ലാസ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കാണട്ടോ. അവസാനം നമുക്ക് ഇന്ന് പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ, ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. ഇതാണ് ചാപ്റ്ററിന്റെ പേര്. നോക്കൂ, ആവശ്യമുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ PSC പരീക്ഷ അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി. ഇത് ആക്ച്വലി പരീക്ഷകളിൽ ചോദ്യം വരുന്ന ഒരു ഏരിയ അല്ല എങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഉപജീവന കൃഷി എന്ന് പറഞ്ഞ എന്താടാ? സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കാം അത്തരം കൃഷികൾ അല്ലെ. ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന സമ്മിശ്ര കൃഷി. എന്താണ്? നമ്മൾ മിക്സ് ചെയ്തിട്ട് അല്ലെ കൃഷി ചെയ്യുക. ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുക. ഇപ്പൊ ഒരു തെങ്ങിന്റെ ചുവടെ നമ്മൾ മറ്റൊരു കൃഷി ചെയ്യുമ്പോൾ തെങ്ങിനിടുന്ന വളം ആ കൃഷിക്ക്, ആ ഒരു വിളക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ. അപ്പൊ ഉൽപാദന ചെലവ് കുറവാണ് ഈ സമ്മിശ്ര കൃഷിക്ക്. തോട്ടവിള എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവുള്ള അല്ലെങ്കിൽ വൻതോതിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വിളകൾ നമ്മുടെ നാട്ടിൽ കാണാറില്ലേ, തോട്ടവിളകൾ. അതാണ് തോട്ടവിള കൃഷി. പ്രത്യേകിച്ച് ഇതൊന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് കേട്ടോ. വാണിജ്യ വിള എന്ന് പറഞ്ഞാലോ, ഉയർന്ന മൂലധന നിക്ഷേപം അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതാണ് വാണിജ്യ വിള. ഇപ്പൊ പരുത്തി, കരിമ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് SCERT പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. ഇതും വളരെ സിമ്പിൾ ആണ്, ഞാനൊന്ന് പൂരിപ്പിക്കാം. ഹേമറ്റൈറ്റ് അല്ലെ, നമുക്കറിയാം പല അയിരുകൾ അല്ലെങ്കിൽ ധാതുക്കൾ. ഇപ്പോ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഇരുമ്പ് വരും അല്ലെ. അപ്പൊ ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അതിന്റെ അയിര് അല്ലെങ്കിൽ ധാതുവാണ് ഹേമറ്റൈറ്റ്. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്ക്. ഇരുമ്പുരുക്ക് നമുക്ക് ഇത് കെമിസ്ട്രിയില് ലോഹങ്ങളും അതുപോലെ തന്നെ അതിന്റെ അയിരുകള്, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഞാൻ മുമ്പ് എടുത്തിരുന്നു, ഇനി ഒരിക്കൽ കൂടി എടുക്കും കോഡ് വെച്ചിട്ട്. അപ്പൊ ആ മേഖല സെറ്റ് ആവും കേട്ടോ. ഇവിടെ സിലിക്ക എന്ന് പറയുന്നത് ധാതുവാണ്. അതിന് പ്രധാനപ്പെട്ട ഉപയോഗം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഗ്ലാസ് നിർമ്മാണം ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ്. സിമെന്റ് നിർമ്മാണം. അപ്പൊ ഗ്ലാസ് ഞാൻ ചുമ്മാ ഒന്ന് എഴുതാം, ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇവരോട് കുഞ്ഞുങ്ങളോട് എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയില്ല ടീച്ചർമാർ എന്താണ് പറയാറെന്ന്. അപ്പൊ തൽക്കാലം PSC പരീക്ഷയിൽ ഈ സിലിക്ക എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സിമെന്റ് നിർമ്മാണം അല്ലെങ്കിൽ ഗ്ലാസ് നിർമ്മാണം അതിനൊക്കെ ഉപയോഗിക്കും. ബോക്സൈറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾക്കറിയാം, അലൂമിനിയത്തിന്റെ അയിരല്ലേ ബോക്സൈറ്റ് അല്ലെ. വിമാനം, വൈദ്യുത ഉപകരണം, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? ബോക്സൈറ്റ്. അപ്പൊ വിമാനം, വൈദ്യുത ഉപകരണം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. ഇതൊരു പക്ഷെ ചോദിക്കാൻ സാധ്യത നല്ല പോയിന്റ് ആണ്. ഓക്കെ ആണല്ലോ. ബോക്സൈറ്റ്. ബോക്സ് എന്ന് കേൾക്കുമ്പോൾ വിമാനം, അതുപോലെ തന്നെ ഒരു ബോക്സിന്റെ വൈദ്യുത ഉപകരണം ആലോചിച്ചു കേട്ടോ. ഇനി വജ്രം എന്ന് കേട്ടാലോ, വജ്രം പൊതുവെ ആഭരണം നിർമ്മിക്കാനാണ് വജ്രം ഉപയോഗിക്കാറ് അല്ലെ. ആഭരണം നിർമ്മിക്കാനാണ് വജ്രം. പക്ഷേ വ്യാവസായികമായി മറ്റു വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. നിങ്ങള് വളരെ എന്താ പറയാ കട്ട് ചെയ്യാം, വളരെ മൂർച്ചയുള്ള ഒരു എന്താ പറയാ ഐറ്റം ആയിട്ട് വജ്രത്തെ ഗ്ലാസ് കട്ടിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലേ. അപ്പൊ അങ്ങനെ ചില ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ. ഗ്ലാസ് കട്ടിങ്ങിനൊക്കെ വജ്രം ഉപയോഗിക്കാറുണ്ട്. ഇനി കൽക്കരിയിലേക്ക് വന്നാൽ തീവണ്ടി, അതുപോലെ തന്നെ അതിന്റെ ഉപയോഗത്തിനും ഇരുമ്പ് നിർമ്മാണത്തിലൊക്കെ കൽക്കരി ഉപയോഗിക്കുന്നുണ്ട്. ഇരുമ്പ് നിർമ്മാണത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ കൽക്കരി ആവശ്യമുണ്ട് കേട്ടോ, അത് ഓർത്ത് വെക്കണേ. അപ്പൊ ഇരുമ്പുരുക്ക് നിർമ്മാണത്തിൽ ഹേമറ്റൈറ്റ് സ്വാഭാവികമായിട്ട് അതിന്റെ ധാതുവായതുകൊണ്ട് ഇരുമ്പിന്റെ അത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കൽക്കരി ഉപയോഗിക്കുന്നുണ്ട്. പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഈ പറയുന്ന ഇന്ധനമായിട്ടല്ലേ പെട്രോൾ ഉപയോഗിക്കാറ് വാഹനങ്ങളിൽ. സോറി, ഇന്ധനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. ഇന്ധനം അല്ലെ, ഇന്ധനം. അപ്പൊ പെട്രോളിയം ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നും ഇല്ല. നോക്കൂ, നമ്മുടെ SCERTയിൽ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ബോക്സ്. അപ്പൊ അതുപോലെ ഈ പറയുന്ന ഒരു പട്ടിക, ഗോതമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിളയാണ്. ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുക? ഇത് കാണുമ്പോൾ പലർക്കും ഡൗട്ടാണ്. റാങ്ക് ഫയൽ ഇങ്ങനെ അല്ലല്ലോ, ഞങ്ങളുടെ ഓഫ്ലൈനിൽ ഇങ്ങനെ അല്ലല്ലോ പഠിപ്പിച്ചെന്നൊക്കെ പറയും. ഇത് ആക്ച്വലി പുതിയ SCERTയിൽ ഒരു ഡെമോ പോലെ കുറച്ച് പ്രധാനപ്പെട്ട സ്റ്റേറ്റ് കൊടുത്തുന്നേ ഉള്ളൂ.
അതല്ലാതെ ഈ കാണുന്ന 4 സ്റ്റേറ്റിലാണ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ ആണോ ഞാൻ പറഞ്ഞ പോയിന്റ്? ഓക്കെ. അപ്പൊ യു പിയിലും പഞ്ചാബിലും മധ്യപ്രദേശിലും ഹരിയാനയിലും ഹിന്ദി ബെൽറ്റ് എന്ന് പറയുന്ന മധ്യപ്രദേശിന്റെ അവിടെയുള്ള ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ഏരിയ, ഹരിയാനയുണ്ട്, ദെൻ പഞ്ചാബ് ഉണ്ട്, നല്ല കൃഷിയൊക്കെ ഉള്ള സ്ഥലം. പിന്നെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശും ചേർന്ന് കിടക്കുന്ന മധ്യപ്രദേശും, ഇവിടെയൊക്കെ എന്തുണ്ട്? ഗോതമ്പ് കൃഷിയുണ്ട്. സെറ്റ്. ഇനി പരുത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ ഡെക്കാന്റെ ആ ഒരു ഏരിയ അല്ലെ, ഈ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഒന്ന് കമന്റ് ചെയ്ത്. എല്ലാവർക്കും അറിയാം. അപ്പൊ ചോദിക്കും, സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അറിയാത്തവർ എന്ത് ചെയ്യും? അറിയാത്തവർ കമന്റ് വായിക്കണം. ഇത് കമന്റ് ചെയ്യുന്ന എനിക്ക് അത്രയും ഉറപ്പുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്റെ പിള്ളേർക്ക് ഇത് അറിയാതെ എനിക്കറിയാലോ, കാരണം വർഷങ്ങളായി അവർ കമന്റ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മണ്ണൊക്കെ കാണുന്ന പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കാണുന്ന മഹാരാഷ്ട്ര ഗുജറാത്തിന്റെ ബെൽറ്റിലാണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കണക്ട് ചെയ്യാം? മഹാരാഷ്ട്ര ഗുജറാത്ത്. ആ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയോട് ചേർന്ന് ലെഫ്റ്റ് സൈഡില് അല്ലെ, മഹാരാഷ്ട്രയുടെ നമ്മൾ മാപ്പിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ അല്ലെ, താഴത്തായിട്ട് തെലുങ്കാന ഉണ്ട്. അപ്പൊ അവിടെയും കുറച്ച് പരുത്തി ഉണ്ട് എന്ന് ആലോചിക്കുക. പിന്നീട് ഗുജറാത്തിനോട് ചേർന്ന് കിടക്കുന്ന രാജസ്ഥാൻ അവിടെയുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് തെലുങ്കാനയും രാജസ്ഥാനും പരുത്തി കൃഷിയിലേക്ക് കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു അത്യാവശ്യമൊക്കെ പഠിച്ചു പോകുന്ന ഒരാൾക്ക് മഹാരാഷ്ട്രയും ഗുജറാത്തും ഷുവർ ആയിട്ട് ഓർമ്മയുണ്ടാവും. അപ്പൊ അതിനോടൊപ്പം നിങ്ങൾ പരുത്തി എന്ന് പറയുമ്പം തെലുങ്കാന രാജസ്ഥാൻ കോഡൊന്നും ഞാൻ ആക്കുന്നില്ല. കാരണം എന്താ അറിയോ, ഇത് റാങ്ക് ഫയൽ കുറച്ചുകൂടി അധികം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കോഡൊക്കെ ആക്കി പഠിച്ച ബുദ്ധിമുട്ടാണ്, ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, പ്രധാനമായിട്ടും പരുത്തി ഉത്പാദിപ്പിക്കുന്ന ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് കൂടുതൽ. അതായത് ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലെന്നോ ഇവിടെ മാത്രമാണ് എന്നൊന്നും SCERT പറയുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിക്കാം. തെലങ്കാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇത് അഥവാ ചോദിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയാണ് പരുത്തി കൃഷി വ്യാപകമായി ചെയ്യാത്തത്, അല്ലെങ്കിൽ പരുത്തി കൃഷി വ്യാപകമായി കാണുന്ന സംസ്ഥാനത്തിൽ ഉൾപ്പെടാത്തത് ഇത്? ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ട് ഒരു ലോജിക്കാ പറയുന്നത്, ഈ പറയുന്ന പരുത്തിക്ക് അനുയോജ്യമല്ലാത്ത ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ മണ്ണോ കാലാവസ്ഥയോ ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് കൊടുക്കുക എന്ന് കരുതുക. ഒരു ഉദാഹരണം പറയാം, ജമ്മു കാശ്മീർ അവിടെ കൊടുക്കുക. ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. അതല്ലെങ്കിൽ കേരളം കൊടുക്കുക. കേരളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പാലക്കാട്, ചിറ്റൂർ അങ്ങനെയൊക്കെ ഓർമ്മ വരും. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മൊത്തത്തിൽ കേരളത്തിൽ എവിടെയും നിങ്ങൾ പരുത്തി കാണാറുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആ മണ്ണില്ല, അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ കാലാവസ്ഥ ഇല്ല, അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ ഇത് തീരെയില്ല. തീരെയില്ല എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ തെലങ്കാന, രാജസ്ഥാൻ, കേരളം, ഗുജറാത്ത് ഓപ്ഷനിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് ഡൗട്ട് അടിക്കരുത്, തെലങ്കാനയിൽ ഇല്ലേ, കേരളത്തിൽ ഉണ്ടല്ലോ കുറച്ച് എന്നൊന്നും ചിന്തിക്കരുത്. കേരളം എഴുതി കൊടുക്കുക. ഓക്കെ. അപ്പൊ അത് വേണ്ടിയിട്ടാണ് ഈ SCERT പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കേണ്ടത്. ഓക്കെ. ഇനി നോക്കൂ, നെല്ലിലേക്ക് വരികയാണെങ്കിൽ പശ്ചിമ ബംഗാൾ അല്ലെ, ഇതിന്റെയൊക്കെ ആ കണക്ഷൻ ഫാക്ട് ഞാൻ കഴിഞ്ഞ ദിവസം 2-3 കമന്റ് നിങ്ങൾ ചെയ്തത് ശ്രദ്ധിച്ചോ? സാർ ഇങ്ങനെ അനുബന്ധ വസ്തുക്കളൊക്കെ ഒരുപാട് പറയുമ്പം നോട്ട് വലിയ പ്രയാസമാണ്, PDF-നകത്ത് ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി മുതൽ SCERT എടുക്കുമ്പോൾ ഞാൻ എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നില്ല, SCERT മാത്രം പറഞ്ഞു തീർക്കുന്നു. ഈ എക്സ്ട്രാ പോയിന്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹരിത വിപ്ലവം ഒരു ടോപ്പിക് ആയിട്ട് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും. ഓക്കെ. അപ്പൊ അതിനകത്ത് ഇതൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക വിളകള്, ഇന്ത്യയിലെ കൃഷി, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. 10ാം ക്ലാസ്സിലെ പഴയ SCERT-ല് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ചാപ്റ്റർ ഉണ്ട്. അവിടെ കംപ്ലീറ്റ് ഗോതമ്പ്, പരുത്തി, നെല്ല് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ളത് ഒക്കെ നമ്മൾ മുമ്പ് ക്ലാസ് എടുത്താണ്. അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റ് ക്ലാസ് വരുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട് അല്ലെ നെല്ലുണ്ട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഇനി കേരളം ഉണ്ടെങ്കിൽ അതും കൂട്ടാം. അപ്പൊ ഇവിടെയൊക്കെ എന്തുണ്ട്? നെല്ലുണ്ട്. ഓക്കെ ആണേ, നെല്ലുണ്ട്. ഉത്തരാഖണ്ഡ്, ഇവിടെയൊക്കെ നെല്ല് ചെറിയ രൂപത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നെൽകൃഷി എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡിലേക്ക് പോവോ? ഇല്ല. സിക്കിം നെൽകൃഷിയിലേക്ക് പെട്ടെന്ന് പോവോ? തട്ടായിട്ടൊക്കെ അവിടെ കൃഷി രീതിയിൽ നെല്ലൊക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ടാവും കേട്ടോ, ഒറ്റപ്പെട്ട്. ഞാൻ പറഞ്ഞു വന്നത് പൊതുവേ. അപ്പൊ അവിടെ വരില്ല. അപ്പൊ അത്തരത്തില് എന്നാൽ തേയില എന്ന് പറയുമ്പോൾ സിക്കിം നിങ്ങളെ മനസ്സിലേക്ക് വരണം. അതാണ് ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് കേട്ടോ. നോക്കൂ, നോർമൻ ബെർലോഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ നോർമൻ ബെർലോഗ്? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കണേ. എന്താണ് നോർമൻ ബെർലോഗ്? ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബെർലോഗ്. നോർമൻ ബെർലോഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. 1914 മാർച്ച് 25-ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. 1914 ദെൻ മാർച്ച് 25. SCERT പഠിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ? ഇതൊക്കെയാണ് ആ പോയിന്റ്. അമേരിക്കയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ്? US-ലാണ്. വർഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 1914.
കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന സംഘടന വന്ന വർഷം അല്ലെ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോ ഇദ്ദേഹം അമേരിക്കയിൽ ജനിച്ചു. ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്ത പരിപാടിയെ കുറിച്ചാണ് പറഞ്ഞത്. സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവർക്കും സമാധാനം കിട്ടും. നിങ്ങൾക്ക് നന്നായിട്ട് പൈസ കയ്യിലുണ്ട് അല്ലെ, നന്നായിട്ട് ഫുഡും കാര്യങ്ങളും ആവശ്യമുള്ളൊക്കെ വാങ്ങാൻ പറ്റിയ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവൂടാ. പൈസ ഉള്ളവർക്ക് ടെൻഷൻ ഉണ്ടായത് വേറെ വിഷയം അല്ലെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നോർമൻ ബോർലോഗ് പ്രവർത്തിച്ചു. അപ്പൊ നോർമൻ ബോർലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ വ്യക്തി 1914 അമേരിക്കയിലാണ് ജനിക്കുന്നത്. മാർച്ച് 25 ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. 1970 ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. എക്സ്ട്രാ പോയിന്റ് ഞാൻ പറയാത്തത്, ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവ് SCERT നേരിട്ട് ചോദിക്കുമ്പോൾ ഇത് പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് സമാധാനത്തിൽ നോബൽ സമ്മാനം കിട്ടിയത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർഷം 1970. ഒന്ന് പറഞ്ഞു പഠിച്ചേ, 1970. ഒന്ന് പഠിച്ചേ, 1970 നോർമൻ ബോർലോഗിന് എന്ത് കിട്ടുന്നത്? സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം. സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പാക്കി. ഭൂപരിഷ്കരണം അല്ലേ, ഒരുപാട് ആളുകളിലേക്ക് ഭൂമി എത്തിയാൽ അവിടെ കൃഷി ചെയ്യും. അതുപോലെ തന്നെ ഹരിത വിപ്ലവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്തു. എന്നിട്ട് ഭൂമി ഇല്ലാത്ത കർഷകർക്കും കുടിയാന്മാർക്കും അത് വിതരണം ചെയ്തു. അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരെ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൃഷി ഉൽപാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. കൂട്ടുകാർക്ക് അറിയാലോ, KR ഗൗരി അല്ലെ, കേരം തിങ്ങും കേരള നാട്, KR ഗൗരി ഭരിച്ചിടുന്നൊക്കെ ഒരു മുദ്രാവാക്യം വരാൻ കൂടി കാരണം EMSന്റെ ആദ്യത്തെ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്നു KR ഗൗരിയാം അല്ലെ. അപ്പൊ ഭൂപരിഷ്കരണ നിയമം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ക്ലാസ് തൊട്ട് മുമ്പിൽ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യണം, കാരണം ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണണം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ്സുകളുടെ കാര്യവും മറ്റു കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ അവസാനം പറയും. അപ്പോ പിള്ളേരെ, ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഭേദഗതി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിച്ചിരുന്നു നമ്മളില്ലേ, SCERT. അവിടെ ഒരു ഭേദഗതി ഉണ്ട്. ആ ഭേദഗതിയിലെ ഭാഗമായിട്ടായിരുന്നു ഭൂപരിഷ്കരണം പട്ടിക 9 കൂട്ടിച്ചേർത്തത്. പട്ടിക 9 കൂട്ടിച്ചേർത്തത്. ഏതാണ് ആ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന പട്ടിക 9 കൂട്ടിച്ചേർത്ത്? പട്ടിക 8 വരെ നിങ്ങൾ പഠിച്ചല്ലേ. 7 ലിസ്റ്റ്, 8 ഭാഷ, 9 ഭൂപരിഷ്കരണം. 7 പട്ടിക ലിസ്റ്റ് ആണ്, 8 ഭാഷയാണ്, 9 ഭൂപരിഷ്കരണമാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 8 പട്ടികയല്ലേ ഉള്ളത്. കഴിഞ്ഞ ക്ലാസ് കാണണം കേട്ടോ, ഭരണഘടനയുടെ SCERT ക്ലാസ് പഠിപ്പിച്ച. അപ്പൊ അവിടെ അതിനുശേഷം 9ാമത്തെ ആഡ് ചെയ്തു പറഞ്ഞാൽ തന്നെ ലോജിക്കലി വന്നിട്ടുണ്ടാവും. ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവം എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള കൺസെപ്റ്റ് കിട്ടണേ. ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ സംഗതി ക്ലിയർ ആണ്. രാസവളങ്ങളും കീടനാശിനികളും പുത്തൻ സാങ്കേതിക വിദ്യകളും കുറഞ്ഞ നിരക്കിൽ വായ്പയൊക്കെ നൽകി നല്ല ശാസ്ത്രീയമായി ജലസേചനമൊക്കെ കൊടുത്തു അല്ലെ സർക്കാരുകൾ. അങ്ങനെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വലിയ തോതിൽ വർദ്ധിച്ചതാണ് ഹരിത വിപ്ലവം അല്ലെ. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഈ പറയുന്ന വിളകളുടെ ആ ഉൽപാദന തോതിൽ ഏറ്റവും വലിയ രൂപത്തിൽ മാറ്റം ഉണ്ടായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. ഓർത്ത് വെച്ചേക്ക്, ആദ്യഘട്ട നേട്ടം ഇന്ത്യയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നം എന്ന് പറയുന്ന ഏതെന്ന് ചോദിക്കും. നെല്ല് നിങ്ങൾ എഴുതരുത്, ഗോതമ്പ്. ഗോതമ്പിൻ വയലേലകൾ പഞ്ചാബിൽ അല്ലെ. ഇപ്പൊ പഞ്ചാബ് പോലെയുള്ള സ്ഥലം ഒരുപാട് ഗോതമ്പിന്റെ വയലേലകളുണ്ട്. അപ്പൊ ഗോതമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വേണ്ടത് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ആദ്യഘട്ടത്തിൽ ഉൽപാദനം അല്ലെങ്കിൽ വർദ്ധിച്ച ഒരു വിളയാണ് ഗോതമ്പ്. മാറരുത്. അതിനാൽ എന്ത് വിളിക്കാറുണ്ട് ഹരിത വിപ്ലവത്തെ? ഗോതമ്പ് വിപ്ലവം. ഇവിടെയുള്ള 2-3 പോയിന്റുകൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കി പഠിക്കണം. അപ്പൊ ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഹരിത വിപ്ലവമാണ്. കൺസെപ്റ്റ് കിട്ടിയോ? ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തത് ഏത് വിളയാന്ന് ചോദിച്ചാൽ ഗോതമ്പ്. ക്ലിയർ. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമ്മുടെ MS സ്വാമിനാഥൻ അല്ലെ. 2024
ഭാരതരത്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോളുക. 26-ലെ PSC പരീക്ഷ, 27-ലെ PSC പരീക്ഷ, ഏത് PSC പരീക്ഷ ആണെങ്കിലും ഭാരതരത്ന നിർബന്ധമായിട്ട് പഠിക്കണം. എത്ര പേർക്കാണ് കിട്ടിയത്? നമ്മുടെ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ്, നമ്മുടെ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു, നമ്മുടെ ബീഹാറിലുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട ഒരു നേതാവും ഒക്കെ ആയിരുന്ന കർപ്പൂരി താക്കൂർ, പിന്നെ ഉള്ളത് നമ്മുടെ ഈ സ്വന്തം MS സ്വാമിനാഥൻ. 4 പേരും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പില്ല. ആരൊക്കെയാണ്? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ, ഞാൻ എഴുതേണ്ടി വരില്ല. ഇതൊരു വളരെ സിമ്പിൾ ഫാക്റ്റും വളരെ ഇമ്പോർട്ടന്റ് ഫാക്റ്റും ആയതുകൊണ്ടാണ്. അറിയാത്തവരുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോ. ഇനി പരാതി കമന്റ് ചെയ്യുന്നവരോടാണ്, നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കുറച്ച് പണിയൊക്കെ എടുക്കണം, എന്നാലേ PSC പണി കിട്ടും കേട്ടോ. അപ്പോ ചൗധരി ചരൺ സിംഗ് ഉണ്ട്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം ലക്നൌവിലാണ്. അല്ലെ, ഇന്ത്യൻ പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ചൗധരി ചരൺ സിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു. അതുപോലെ തന്നെ ഈ 2 വ്യക്തികൾക്ക് പ്രധാനമന്ത്രിമാരായിരുന്നു. അതുപോലെ തന്നെ കർപ്പൂരി താക്കൂർ, ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി. അതുപോലെ തന്നെ ഞാനിപ്പോ പറഞ്ഞ MS സ്വാമിനാഥൻ. 4 പേർക്ക് 2024 ഭാരത് കിട്ടി. ഒപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന, അല്ലെ, ആഭ്യന്തരമൊക്കെ കൈകാര്യം ചെയ്തിരുന്ന നമ്മുടെ സ്വന്തം LK അദ്വാനിജി. വാജ്പേയി സർക്കാരിന്റെ കാലത്ത്, അല്ലെങ്കിൽ പിന്നീട് ഇന്ത്യയിലെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയാകും എന്ന് വരെ വിശ്വസിച്ചിരുന്ന LK അദ്വാനിജിക്ക് 2024 ഭാരതരത്ന കിട്ടി. അങ്ങനെ 5 പേർക്കാണ് എന്ത് കിട്ടിയത്? ഭാരതരത്ന. പഠിച്ചു വെച്ചേക്ക് കേട്ടോ, ഭാരതരത്ന. അപ്പോ 50ാമത് ഭാരതരത്ന കിട്ടിയത് ഈ കൂട്ടത്തിൽ ആർക്കാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അറിയുന്നവര്. ഞാൻ ഈ പറഞ്ഞ 5 പേരിൽ ഏതോ ഒരാൾക്കാണ് 50ാമത് ഭാരതരത്ന കിട്ടിയത്. എന്നുവെച്ചാൽ 50ാമത്തെ ഭാരതരത്ന നേടിയത് ഇതിൽ ഒരാളാണ്. ആരാന്ന് കമന്റ് ചെയ്യും. ഒരു പ്രത്യേകതയുണ്ട്, അതാണ് ക്ലൂ. ഓക്കെ, ഈ 5 പേര് ഞാൻ പറഞ്ഞ പ്രത്യേകത ഉള്ള ഒരാൾക്കാണ് 50ാമത് ഭാരതരത്ന കിട്ടിയത്. ഓക്കെ, അതൊക്കെ ഒരു എക്സ്ട്രാ പോയിന്റ് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള MS സ്വാമിനാഥൻ ജനിച്ചത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഡേറ്റ് ആണ്. ഇവിടെ ഒരു കറണ്ട് അഫേഴ്സ് ഉണ്ട്. ഈ 2025 ജൂലൈ മാസം, ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു മാസം മുമ്പ് ഒരു കറണ്ട് അഫേഴ്സ് ഉണ്ട്. എന്താ പറയുക നിങ്ങൾക്ക്? MS-ന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7-ാം തീയതി ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാനമാണ് അറിയുമോ? മഹാരാഷ്ട്രയാണ് കൂട്ടുകാരെ. MS സ്വാമിനാഥന്റെ ജന്മദിനം ദേശീയ കൈത്തറി ദിനമാണ് ഓഗസ്റ്റ് 7. ദേശീയ ജാവലിംഗ് ത്രോ ദിനമാണ് ഓഗസ്റ്റ് 7. നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട് ജാവലിംഗ് ത്രോ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഓഗസ്റ്റ് 7. കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. നമ്മുടെ സ്വദേശി മൂവ്മെന്റിന്റെ കാലഘട്ടത്തിലേക്ക് പോകണം. ഓഗസ്റ്റ് 7 കൈത്തറി ദിനമാണ്. അപ്പൊ ഈ 2 ദിവസം കൂടാതെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, മഹാരാഷ്ട്ര സർക്കാർ കർഷക ദിനമായിട്ട് കൂടിയും. കാരണം ഹരിത വിപ്ലവത്തിന്റെ പിതാവല്ലേ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. അപ്പൊ 1925 കഴിഞ്ഞിട്ട് മക്കളെ 100 കൊല്ലം പിന്നിടുകയാണ്. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന വർഷം 2025, 100 വർഷം പിന്നിട്ടു. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് നിർബന്ധമായിട്ടും വിശദമായിട്ട് നമുക്ക് പഠിക്കണം. ഒരു സ്പെഷ്യൽ ക്ലാസ്സിൽ ഞാൻ ഹരിത വിപ്ലവം ക്ലാസ് എടുക്കും, അവ പറയാം കേട്ടോ. തമിഴ്നാട്ടിലാണ് ജനനം, ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. കുംഭകോണം കേട്ടോ, കുംഭകോണം. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. കുംഭ നിറയെ എന്ന് പറയില്ലേ, കുംഭ വയറെന്നൊക്കെ പറയില്ലേ, കുംഭകർണൻ. അപ്പൊ കുംഭ നിറയെ ഫുഡ് കഴിക്കാൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ ജനിച്ച MS ആണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. കഴിഞ്ഞ ദിവസം നമ്മള് ജാനകി അമ്മാളിനെയും മേരി പുന്നൻ ലൂക്കോസിനെയും ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ അവരെ കുറിച്ചൊക്കെ പറയുന്ന പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആര് ചോദിക്കാലോ, അങ്ങനെ ഒരു ചോദ്യം. അപ്പൊ MS സ്വാമിനാഥനാണ്. രാജ്യത്ത് 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ E. ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം പരീക്ഷണം നടത്തി. തൽഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഒരു PYQ ആണ്, സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നു. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി നോക്കണേ, ഇന്ത്യൻ കാർഷിക മേഖലയിൽ മുൻപത്തെ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർധനവുണ്ടായി എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരാം. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദന സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഭാരതരത്ന പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ഇദ്ദേഹം മരണപ്പെട്ടത് ഈ അടുത്ത കൊറോണ സമയത്തൊക്കെ നമ്മള് യൂണിവേഴ്സിറ്റി LGSന്റെ ഒരു പരീക്ഷയൊക്കെ നടത്തിയിരുന്നു. ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു ഡേറ്റ് കേട്ടോ. അപ്പൊ പുതിയ SCRTയിൽ 2 സ്ഥലങ്ങളിലോ 3 സ്ഥലങ്ങളിലോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഡേറ്റ് ഉണ്ട്. അപ്പൊ അതും നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം.
അപ്പൊ 2 ഡേറ്റ് ഞാൻ ഇവിടെ മാറ്റി എഴുതാം, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. 1925 ഓഗസ്റ്റ് 7 അല്ലെ, ജാവലിംഗ് ത്രോ ദിനം പഠിച്ച്, കൈത്തറി ദിനം പഠിച്ചു അല്ലെ. കൈത്തറി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തെ ആലോചിക്കാം. അപ്പോ മഹാരാഷ്ട്ര സർക്കാർ അവിടെ കർഷക ദിനമാണെന്നൊരു പുതിയ കറണ്ട് അഫയേഴ്സും പറഞ്ഞു. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ മുഴുവനും നിങ്ങൾക്ക് ഞാൻ എടുത്തു തരും ഏതൊരു പരീക്ഷയ്ക്കും. നമ്മുടെ മറ്റൊരു ചാനൽ ഉണ്ട്, അവിടെയാണ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ പേടിക്കേണ്ട, എല്ലാം കിട്ടും. അപ്പൊ നോക്കൂ, 1925 ജനിച്ച അദ്ദേഹം മരണപ്പെടുന്നത് 2023 അല്ലെ. ഇപ്പൊ 100-ാം വർഷമാണെങ്കിലും അദ്ദേഹം 2 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി അല്ലെ എന്ന് ആലോചിച്ച് നോക്കുക. 2023 സെപ്റ്റംബർ 28. ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി LGSന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, മെയിൻസിന്റെ. സെപ്റ്റംബർ 28 അല്ലെ ചെന്നൈയിൽ അന്തരിച്ചു. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഇരുപുറങ്ങൾ, ഇത് വിശദമായിട്ട് നമുക്ക് ഹരിത വിപ്ലവം പഠിക്കണം. പക്ഷെ എന്നിരുന്നാലും SCERT പറയുന്ന 2 ഒരു ഫാക്റ്റ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളും പരിമിതികളും നോട്ട് ചെയ്ത് വെക്കുക. ചുമ്മാ ഞാൻ ഒന്ന് വായിക്കട്ടെ, കേട്ടിട്ട് മതി കേട്ടോ. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവുണ്ടായി, ശരിയല്ലടാ? ശരിയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, നേട്ടമാണല്ലോ. ഭക്ഷ്യധാന്യങ്ങളുടെയും കരിഞ്ചന്ത പൂത്തിവെപ്പും കുറഞ്ഞു അല്ലെ. ഈ പറയുന്ന ഒരുപാട് സാധനം കിട്ടുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ആക്കി വെക്കുക, കരിഞ്ചന്തയിൽ ഒളിപ്പിച്ച് വെക്കുക, അതൊന്നും നടക്കൂല. സാധനം കണ്ടമാനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. ശ്രദ്ധിക്കണം മനെ, കാരണം ഒരു കാര്യം ഉഷാറായിട്ട് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ കുറച്ച് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിൽ ആലോചിച്ച് വെച്ചാൽ മതി. ഹരിത വിപ്ലവത്തിന്റെ ഒരു മറുപുറം എന്ന് നമുക്ക് പറയാം അല്ലെ, പരിമിതി. അത് ഈ പറഞ്ഞ ജലത്തിന്റെ, ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞത്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഇനിയും കുറച്ചുകൂടി ഫാക്ട് അഡീഷണലി ആഡ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ വേറെ ടോപ്പിക്കായിട്ട് എടുക്കും. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ദാരിദ്ര്യരേഖ എന്താന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ ചെറിയൊരു കാര്യം, കണക്കിലെ മാന്ത്രികൻ, ജെറിൻ സാറിന്റെ പേരൊന്നും കമന്റ് ചെയ്യണ്ട, എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ ഗണിതശാസ്ത്രജ്ഞന്റെ പേര് എല്ലാവർക്കും അറിയാം, ശ്രീനിവാസ രാമാനുജൻ. ഓക്കെ, മാത്സ് കുറച്ച് ചെറിയ രൂപത്തിൽ പൊടിക്കൈകളും ടിപ്പൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കും മാത്സിന്റെ ക്ലാസ് ഒക്കെ എടുക്കട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ നമുക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്സ് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ ശ്രീനിവാസ രാമാനുജന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. എന്നാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഡിസംബർ മാസത്തിലാണ്, അതാണ് ക്ലൂ. ക്ലൂ കിട്ടിയല്ലോ. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ശ്രീനിവാസ രാമാനുജൻ കണക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നു. ഭാരതീയനായ ഗണിതശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഭാരതത്തില് ഗണിത ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അത് ചുമ്മാ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ജീവിതം ഇവിടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ഞാൻ അതൊന്നും കൊടുത്തിട്ടില്ല, SCERT വേണ്ടാത്തൊന്നും കൊടുത്തില്ല. ആ കുറിപ്പിനകത്ത് രാമാനുജൻ പറയുന്ന പാവപ്പെട്ട അന്നത്തെ അവസ്ഥ, അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്കൊരു ജീവചരിത്രത്തിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ദാരിദ്ര്യം അല്ലെങ്കിൽ ദാരിദ്ര്യരേഖ? നിങ്ങൾ ദാരിദ്ര്യരേഖ താഴെയാണ് മുകളിലാണെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഞാനൊന്ന് വായിക്കാം, കേട്ടാൽ മതി കേട്ടോ. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. നമുക്കറിയാലോ. മിതമായ ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷി ഇല്ലാത്തവരാണ് ദരിദ്രർ. അതും നമുക്ക് കിട്ടും. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. ഇപ്പൊ രേഖ കാണിച്ച് ഞാൻ പറഞ്ഞ ഇവിടെ കൈ കാണിക്കേണ്ടി വരും. നമുക്ക് ദാരിദ്ര്യരേഖ എന്തെന്ന് ചോദിച്ചാൽ അതൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. ജനങ്ങളെ അല്ലെ ദാരിദ്ര്യരാണോ അല്ലെങ്കിൽ ദരിദ്രരാണോ അല്ലാത്തവരാണോ എന്ന് ഒരു മാനദണ്ഡമൊക്കെ വെച്ചിട്ട് ഇതാണ് ദാരിദ്ര്യരേഖ എന്നിങ്ങനെ ഓരോ ഘട്ടത്തിൽ മാറും. അത് അത്രയേ ഉള്ളൂ. ഒരു സാങ്കല്പിക അല്ലെങ്കിൽ ഒരു രേഖയാണ് കേട്ടോ കൺസെപ്റ്റ്. നിങ്ങളൊരു പക്ഷേ അറിയാത്ത പഠിക്കാത്തൊരു ടോപ്പിക് ഇതിനകത്തുള്ളത് ബഹുമുഖ ദാരിദ്ര്യ സൂചികയെ കുറിച്ചാണ്. എന്നാടവേ ബഹുമുഖ ദാരിദ്ര്യ സൂചിക, മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ആഗോള തലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ചിലപ്പോൾ ചോദിക്കുമ്പോ ഇങ്ങനെ ചോദിച്ചാൽ കിട്ടും. ഇത് സിനിമയിൽ പറയാൻ ഇങ്ങനെ കണ്ടാൽ ശരിയാവില്ല അല്ലെ, മാറ്റിത്തരാം എന്ന് പറയുന്നില്ലേ ആ സിനിമ, അതൊക്കെ ഓർമ്മ ഒരു കമന്റ്. അപ്പൊ അതുപോലെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്നൊക്കെ പറയുമ്പോൾ അത് ലോകത്ത് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതി എന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷെ പരീക്ഷയ്ക്ക് ഓപ്ഷനില് MPI എന്ന് കൊടുക്കും. അപ്പൊ MP ഏത് MP? നിങ്ങളുടെ നാട്ടിലെ പാർലമെന്റ് MP-നെയൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലെ. MPI എന്താ സാധനം? ബഹുമുഖ ദാരിദ്ര്യ സൂചിക കേട്ടോ. ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവും OPHI ഓക്കെ
UN ഡെവലപ്മെന്റ് പ്രോഗ്രാം, UNDP എന്ന് പറയും, UN ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇവർ രണ്ടുപേരും കൂടി സംയുക്തമായി തയ്യാറാക്കിയതാണ് ഇത്. അപ്പൊ ഒരു പക്ഷേ അവിടെ നല്ല കുറച്ച് ചോദ്യങ്ങൾ PSC ചോദിക്കാൻ സാധ്യത അവിടെ ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ബഹുമുഖ ദാരിദ്ര്യ സൂചിക വികസിപ്പിച്ചെടുത്തത് ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ OPHIയും UNDPയും എന്ന് പറയണം. കോഡൊന്നും ഞാൻ ആക്കുന്നില്ല. ഒപ്പിക്കാന്ന OP അല്ലെ, OPHI, OP. അതുപോലെ തന്നെ ഉണ്ടയാ ഈ ദാരിദ്ര്യം, എല്ലാവരുടെയും ദാരിദ്ര്യം കണക്കാക്കി കഴിഞ്ഞാൽ ബഹുമുഖ ദാരിദ്ര്യം അല്ലെ, ഉണ്ട ഒപ്പിച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാണ്ടാവും ആലോചിച്ചായി. ഇത് തമാശക്ക് ഞാൻ മുമ്പ് നമ്മുടെ പിള്ളേരോട് പറഞ്ഞാണ്. അപ്പൊ ഉണ്ട ഒപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യം ഇല്ലാണ്ടാവും അല്ലെ. MPI എന്ന് പറഞ്ഞാല് ബഹുമുഖ ദാരിദ്ര്യ സൂചിക കേട്ടോ. അപ്പൊ UNDP എന്നോ ഉണ്ടാന്നോ ഒപ്പിക്കാന്നൊക്കെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും രസമായിട്ട്. കാരണം ഇതിപ്പോ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പിന്നീട് മറന്നു പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് UNDPയും OPHI കേട്ടോ. എന്താണ് OPHI? ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ, +2 ലെവൽ പരീക്ഷ എഴുതുന്നവർ നിർബന്ധമായിട്ട് ഞാൻ സ്റ്റാർ ഇട്ട് വെക്കുന്നു. ഇതൊക്കെ പഠിക്കാതെ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ പോകരുത്. ആ രീതിയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ ഈ 3 വിഷയങ്ങളിൽ 12 സൂചകങ്ങളെ വിലയിരുത്തിയിട്ട് കുടുംബത്തിലെ ഓരോ കുടുംബത്തിലെയും 3 ഈ വിഷയം എന്ന് വെച്ചാൽ ആരോഗ്യമാണ്, വിദ്യാഭ്യാസം, ചെയ്തത്, ഇത് എന്ത് ചെയ്യും, ഈ 3 തലങ്ങളിൽ 12ഓളം സൂചകങ്ങളെ വെച്ച് നോക്കിയിട്ട് ആണ് എന്ത് കണ്ടുപിടിക്കുക, വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ജസ്റ്റ് നോർത്ത് വെച്ചേക്കുക. പോഷകാഹാരം അല്ലെ, നമുക്ക് ആലോചിച്ചൂടെ? അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ആ ആരോഗ്യം എന്ന് ഇതിന്റെ കീഴിൽ വരുന്നത് നമുക്ക് കത്തൂലേ. കുട്ടികളുടെ കൗമാരക്കാരുടെയും മരണനിരക്ക് 2, മാതൃ ആരോഗ്യം 3, സ്കൂൾ വിദ്യാഭ്യാസം 4. നമുക്ക് ആലോചിച്ചോ, വിദ്യാഭ്യാസം കേൾക്കുമ്പോൾ സ്കൂളിലെ ഹാജർ. കാരണം കുട്ടി ഡെയിലി പോകുന്നുണ്ടെങ്കിൽ അവർ ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാത്ത ദിവസം തീർച്ചയായിട്ടും സ്കൂളിലൊക്കെ പോകുമല്ലോ. അപ്പൊ 5 കാര്യങ്ങൾ അവിടത്തെ ഒന്ന് വായിച്ചു നോക്കട്ടെ. നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കാം. മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലാക്കി ഇങ്ങനെ വായിച്ചു നോക്കട്ടോ. ഇനി ജീവിത നിലവാരം എന്ന് പറയുന്ന സമയത്ത് അതിനെ കീഴിൽ വരുന്നത് ഇപ്പൊ എത്ര നമ്മൾ 5 പറഞ്ഞില്ലേ, 6, 7, 8, 9, 10, 11, 12. കണ്ട നിങ്ങൾ? അപ്പൊ ജീവിത നിലവാരം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ 3 തലങ്ങളിലായിട്ട് ഉള്ള ഓരോരോ കാര്യങ്ങൾ നോക്കുക. സൂചകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കൂള് ഹാജറുണ്ടോ, അതൊരു ഇതല്ലേ, റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ അത്തരത്തിൽ സൂചകങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇത് ബൈഹാർട്ട് പഠിക്കുക. പോഷകാഹാരം, മരണം, മാതൃ ആരോഗ്യം. അപ്പൊ എങ്ങനെ ചിന്തിക്കുക? പോഷകാഹാരം കഴിച്ചാൽ കുട്ടികൾ മരണപ്പെടില്ല, മാതാവിന് എപ്പോഴും ആരോഗ്യം ഉണ്ടാവും അല്ലെ. ഒരു മാതാവ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള മാതാക്കന്മാരെ ആലോചിച്ച് നോക്കി, മാതാക്കന്മാർ എന്ന് പറയുന്നത് അല്ലെ, എന്താ പറയുക, അമ്മമാരെ ആലോചിച്ച് നോക്കുക. അവരെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ, അമ്മമാരെ സംബന്ധിച്ച് അവരുടെ മക്കൾ ഹാപ്പി ആയിരിക്കുക അല്ലെ, അവരുടെ മക്കൾ മരണപ്പെടാതിരുന്നാൽ അവർ ഹാപ്പി ആയില്ലേ. അപ്പൊ അങ്ങനെ ആലോചിക്കുക. ആരോഗ്യം എന്ന് കേൾക്കുമ്പം എന്താ പറഞ്ഞത്? പോഷകാഹാരം കുറഞ്ഞിട്ട് കുട്ടികളൊന്നും മരണപ്പെടരുത്, അങ്ങനെ പെട്ടാൽ അമ്മയുടെ ആരോഗ്യം. പോഷകാഹാരം കുറഞ്ഞിട്ട് കുട്ടികളൊന്നും മരണപ്പെടരുത്, അമ്മയുടെ ആരോഗ്യം, മാതൃ ആരോഗ്യം. ഇതാണ് ആരോഗ്യം എന്ന് പറയുന്നതിന് കീഴിൽ വരുന്നത്. ഇനി വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി നോക്കണം, സ്കൂളിലെ ഹാജർ നോക്കണം. സ്കൂളിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കണം, സ്കൂളിലെ ഹാജറിന്റെ കാര്യം നോക്കണം. സ്കൂളിലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കണം, സ്കൂളിലെ ഹാജറിന്റെ കാര്യം നോക്കണം. ഇനി ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ അവിടെ ഇച്ചിരി പ്രശ്നമുള്ള കാര്യങ്ങളാണ്. ജീവിത നിലവാരം എന്തൊക്കെ നോക്കണം? നല്ല കാറുണ്ടോ, ബംഗ്ലാവ് ഉണ്ടോ എന്നാണോ, അതുപോലെയൊക്കെ തന്നെ നോക്കണം. പക്ഷെ വേറെ കാര്യങ്ങൾ, ഇപ്പൊ പാചക ഇന്ധനം, വിറകടുപ്പാണോ, LPG ആണോ, നല്ല ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ. ഒരു കോളനി അല്ലെങ്കിൽ ചേരി അല്ലെങ്കിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ താമസിക്കുന്ന പറഞ്ഞാൽ അവിടുത്തെ ദാരിദ്ര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാമല്ലോ. കുടിവെള്ളം, നല്ല ശുദ്ധമായ കുടിവെള്ളം അവിടെ അവൈലബിൾ ആണോ, ജീവിത നിലവാരം എന്നാണ്, അതൊക്കെ വരും. നല്ല വൈദ്യുതി ഫുൾ ടൈം കിട്ടുന്നുണ്ടോ, പവർ കട്ടും കാര്യങ്ങളും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ടോ, ഭവനം ഏത് രൂപത്തിലുള്ള വീടുകളാണ്, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ നല്ലൊരു ട്രിക്കൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ട്രിക്ക് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. കാരണം ഞാൻ അതിലേക്ക് ഇപ്പം കടക്കുന്നില്ല. ഒന്നാമത് ക്ലാസിന്റെ ലെങ്ത് കൂടുമ്പോൾ ഭയങ്കര കംപ്ലൈന്റ് ആണ്. ഇനി ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് പറയാവേ. സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികളിൽ പെട്ട ഒരു 3 തന്നെ ആദ്യം കാണാം. 3 അല്ല 4 ഉണ്ട് അല്ലെ. ഒന്ന് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയാണ്.
വിശദമായിട്ടൊരു ടോപ്പിക്കായിട്ട് ഒരൊറ്റ ടോപ്പിക് ഒരു 10 മിനിറ്റ് തൊഴിലുറപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. കുടുംബശ്രീ തൊഴിലുറപ്പൊക്കെ സെപ്പറേറ്റ് ക്ലാസ് എടുക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയില്ല. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബങ്ങൾക്ക് തൊഴിൽ അവസരവും വരുമാനവും ലഭിക്കുന്ന പരിപാടിയാണ് പ്രധാനമന്ത്രി റോസ്ഗർ യോജനയും തൊഴിലുറപ്പും. എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ, അപ്പൊ തൊഴിലുറപ്പിന്റെ ലക്ഷ്യം ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൊഴിലവസരം വരുമാനം ഉണ്ടാക്കുക. പക്ഷേ ഈ റോസ്ഗർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കും റോഡാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ? പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രൂപത്തിൽ തന്നെ കുടുംബങ്ങൾക്ക് തൊഴിലവസരവും വരുമാനവും ലഭിക്കുന്ന പദ്ധതിയാണ് റോസ്ഗാർ. ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് റോസ്ഗാർ, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ജീവനം പദ്ധതി എന്താണോ ജീവനം? വായിച്ച് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ PSC ചോദിക്കും. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുക, അവർക്കൊരു ജീവിതം കൊടുക്കുക. ശ്രദ്ധിക്കണേ അമ്പാനെ, എന്താ പറയുന്നത് നോക്കണേ. ഞാൻ സ്റ്റാർ ഇട്ടു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക്, അല്ലെ? ഇപ്പൊ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ, ഇപ്പൊ ഒരു ചങ്ങാതി ഒരുത്തനം കൊന്നു, അല്ലെ? ഒരു പാവം ഒന്നും അറിയാത്ത ഒരു അച്ഛനാണ് മരിക്കുന്നത് എന്ന് ചിന്തിക്കുക, കൊന്നിട്ട്. അപ്പൊ ആ വീട്ടിലെ ചിലപ്പം 2 ചെറിയ പെൺകുട്ടികൾ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, അവര് ദാരിദ്ര്യത്തിലേക്ക് പോലെ. അപ്പൊ അവരുടെ ആശ്രിതർക്ക് ഒരു ഉപജീവന മാർഗമാണ് ജീവനം എന്ന് ചിന്തിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ട് ആരെങ്കിലൊക്കെ മരണപ്പെടുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം, ജീവനം കൊടുക്കുക, അവർക്കൊരു ജീവിതം കൊടുക്കുക, അതാ ജീവനം. ഇനി അയ്യങ്കാളി തൊഴിലുറപ്പ് എന്താണ്? ഒരു തൊഴിൽ പദ്ധതിയാണെന്ന് എല്ലാവർക്കും അറിയാം. നഗരപ്രദേശങ്ങളിലാണ് അയ്യങ്കാളി. എടാ എല്ലാവർക്കും അറിയാം അയ്യങ്കാളി തൊഴിൽ പദ്ധതി ഏത് വർഷമാണ് വന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ ചോദിക്കും എന്താണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി പറയാത്തത്? അവിടെ പാർലമെന്റ് പാസ്സാക്കിയതും വെണ്ടിലപ്പള്ളിയിൽ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തതും ഇന്ത്യയിലെ മൊത്തം ജില്ലകൾ നടപ്പിലാക്കിയതും അങ്ങനെ കുറച്ചധികം വർഷങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഏത് വർഷമാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓപ്ഷൻ എ 2008, ഓപ്ഷൻ ബി 2009, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 2012. നിങ്ങൾ കമന്റ് ചെയ്തേ കേട്ടോ. അപ്പൊ ഇത് നഗരപ്രദേശങ്ങളിൽ ഈ പറയുന്ന വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. തൊഴിലുറപ്പ് പോലെ തന്നെയുള്ള ടൗണിലുള്ളത്. ഓക്കെ. ഇനി ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുമ്പോൾ പൊതുവിതരണ സംവിധാനം, നമ്മുടെ റേഷൻ കടകള്. അതന്നെ. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, PM പോഷൻ. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. PM പോഷൻ, നല്ല പോഷകാഹാരങ്ങൾ പ്രധാനമന്ത്രിയുടെ പേരിൽ കൊടുക്കുക. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. എന്താ സംഗതി? 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി. ഫുൾ ഫണ്ട് ഒന്നും കൊടുക്കൂല. ഇതൊരു പ്രോജക്റ്റ് ആണ്. ഇത് പല രീതിയിലാണ് നടപ്പിലാക്കുക. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ കുറിച്ചൊരു വസ്തുതകൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് SCRT മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് ഏത്? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, PM പോഷൻ. ഇനി സുഭിക്ഷ കേരളം പദ്ധതി. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം. നമ്മുടെ 20 രൂപയുടെ ഊണൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതിന്റെ ഭാഗമായിട്ട് കേട്ടോ സുഭിക്ഷ കേരളം പദ്ധതി. വർഷം ഏതാന്ന് ഈ ചാപ്റ്ററിൽ അവസാനം വരുന്നുണ്ട്. ഇനി സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. സഹായ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇത് രണ്ടും ആക്ച്വലി നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതാണ്. ഇപ്പൊ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, സുരക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടാവും. അപ്പൊ ബീമാ യോജന, പ്രധാനമന്ത്രി അല്ലെങ്കിൽ PM പോഷൻ എന്ന് കേട്ടാൽ 1 മുതൽ 8 വയസ്സ് വരെ. അംഗനവാടി ഒന്നും എഴുതരുതേ. പോഷൻ കേൾക്കുമ്പോൾ 1 മുതൽ 8 വയസ്സല്ല, സോറി, 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം, അല്ലെ? PM പോഷൻ. പ്രധാനമന്ത്രി സുരക്ഷാ യോജനയോ ഇൻഷുറൻസ് പരിരക്ഷ, അല്ലെ? ഈ പറയുന്ന പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. നിരാമയ PYQ ആണ്, ഇമ്പോർട്ടന്റ് ആണ് നിരാമയ. ഇത് ഇതുപോലെ തന്നെ പഠിക്കണം. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും പറയാത്തത്, വർഷമോ മറ്റു ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. നിരാമയ PYQ ആണ്, പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഭിന്നശേഷിക്കാർ, അതാണ് നിരാമയ. ഓക്കെ. ജീവനം എന്തായിരുന്നു? ഈ പറയുന്ന അക്രമത്തിനിരയെ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള ജീവനം. നിരാമയ, നിരാലംബരായ ആളുകൾ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ. അതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്. പക്ഷേ ഈ പറയുന്ന അംഗപരിമിതരായ അല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ള ആളുകൾക്ക്
ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയം. കുടുംബശ്രീയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കൂട്ടുകാരെ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സെപ്പറേറ്റ് GK ക്ലാസ് ഞാൻ നല്ല വൃത്തിക്ക് PDF ഉണ്ടാക്കിയിട്ട് ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുടുംബശ്രീ രൂപീകരിച്ച വർഷം ജസ്റ്റ് ഒന്ന് പറയാം. കുടുംബശ്രീയുടെ ലക്ഷ്യം പലപ്പോഴും ചോദിക്കുമ്പോൾ സ്ത്രീകളെല്ലാം കൂടി കുത്തിയിരുന്നിട്ട് മറ്റേ കുറി നടത്തി പൈസ സമ്പാദിക്കാന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലൊക്കെ ഉണ്ടാവും ക്ലാസ് കാണുന്ന ഏതെങ്കിലും അപൂർവ ആളുകളെ, അല്ലേ? അപ്പുറം ഇപ്പുറം പോയി പരദൂഷണം പറയലല്ല ഇതിന്റെ ലക്ഷ്യം കേട്ടോ. ഞാൻ തമാശ പറഞ്ഞാണ്, അതിനത് വേറെ രീതിയിൽ എടുക്കരുതേ. അപ്പൊ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. പൈസ സമ്പാദിക്കൽ അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക. പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഈ ഒരു പോയിന്റ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിൽ PSC പരീക്ഷ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് മുൻകാലങ്ങളിൽ. ദാരിദ്ര്യ ലഘൂകരണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കണം കേട്ടോ. ദാരിദ്ര്യ ലഘൂകരണമാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം അല്ലെങ്കിൽ രൂപീകരണ ലക്ഷ്യം. അതുപോലെ തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയി, നമ്മുടെ മുൻ പ്രധാനമന്ത്രി, അദ്ദേഹം 1998 മെയ് 17 ഡാഷ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലാണ്. ക്ലൂ, മലബാറിൽപ്പെട്ടൊരു സ്ഥലമാണ്. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി എവിടെയാണ്, ഏത് ജില്ലയിലാണോ ഏത് സ്ഥലമാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യുക. മെയ് 17 കുടുംബശ്രീ ദിനം കൂടിയാട്ടോ. അപ്പൊ അതവിടെ കിട്ടുമല്ലോ. മെയ് 17 കുടുംബശ്രീ ദിനമാവാൻ കാരണം 1998 ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറയേണ്ട വർഷമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1998 മെയ് 17 ആരംഭിച്ചു. ഓക്കെ, അതിനെ കുറിച്ച് ചരിത്രം വേറെ പറയാണ്ട്. ആലപ്പുഴയിൽ ഏത് വർഷം വന്നു ഒക്കെ നമുക്ക് പറയാം. അപ്പൊ സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. നോക്കൂ, ഷീ സ്റ്റാർട്സ്, ജനകീയ ഹോട്ടൽ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകമാണ് എന്നൊക്കെ പറഞ്ഞാൽ സംഗതി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വിശപ്പ് രഹിത കേരളത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതിന്റെ വർഷം ഒന്ന് പഠിച്ചത്. തുടങ്ങിയ വർഷം ചിലപ്പോൾ ചോദിക്കുമ്പോൾ PSC പരീക്ഷയിൽ 2017 കാണും കേട്ടോ. മുമ്പ് മിനിസ്റ്റർ തിലോത്തമന്റെ ഒരു നിയമസഭയിലെ ഒരു ഉത്തര ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അതിനകത്ത് 2017 മുതൽ ആരംഭിച്ചതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2017-18 എന്ന പദ്ധതി ആണെങ്കിൽ PSC പരീക്ഷയിൽ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ വർഷം ഉണ്ടാവും 2017 എഴുതുക കേട്ടോ. വിശപ്പ് രഹിത കേരളം നിങ്ങൾ വായിച്ചു നോക്കിയത് എന്താണ് വിശപ്പ് രഹിത കേരളം എല്ലാവർക്കും അറിയാലോ. നമ്മുടെ നാടിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി കൂട്ടുകാർക്ക് ചില കാർഷിക സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ക്ലാസിന്റെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് പറയും. ഇത് ഈ ടോപ്പിക്കിലുള്ളതല്ല, പക്ഷേ നിങ്ങൾ SCERT പഠിക്കുമ്പോൾ അതിനോട് ചേർത്ത് കുറച്ച് GK കൂടി ഞാൻ തരാറുണ്ട്. അതുകൊണ്ട് തരികയാണ്. എക്സ്ട്രാ പോയിന്റ് പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് PDF-ൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കണ്ടുപഠിക്കുന്ന കണ്ടന്റ് ആയതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത്. കാപ്പി നമ്മൾ കുടിക്കാറുണ്ട് അല്ലെ? ഇവിടെ കപ്പൊന്നുമില്ല. നമ്മൾ കാപ്പി കുടിക്കുമ്പോൾ ചുണ്ടിൽ വെച്ച് കുടിക്കാൻ ആലോചിക്കാം. എവിടെ വെച്ചിട്ട്? ചുണ്ടേൽ. വയനാട് ജില്ലയില് ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലം കാപ്പി ഗവേഷണ കേന്ദ്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇഞ്ചിന്റെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ? പ്രസാദമൊക്കെ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയാൽ അല്ലെ? ആലോചിക്കുക, ഒരു അമ്പലമുണ്ട്, ഒരു വയലുണ്ട്, അവിടെ കംപ്ലീറ്റ് ഇഞ്ചി കൃഷിയുണ്ട് കേട്ടോ. ഇഞ്ചി, അമ്പലവയൽ. ഇപ്പൊ അടുത്തൊരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് കൂടി അമ്പലവയലുണ്ട്, വയനാട് ജില്ലയിൽ തന്നെയാണ്. കേരളത്തിലെ അവക്കാഡോ സിറ്റി, അവക്കാഡോ നഗരം അല്ലെങ്കിൽ ഗ്രാമം എന്നറിയപ്പെടുന്നത് അമ്പലവയലാണ് പോലും. പഠിച്ചു വെച്ചേക്ക്, പുതിയൊരു കറണ്ട് അഫയേഴ്സ് കേട്ടോ. കേരളത്തിലെ അവക്കാഡോ നഗരം അമ്പലവയല. അപ്പൊ ഇനി നിങ്ങൾ മറക്കണ്ട, ഇഞ്ചി എന്ന് കേൾക്കുമ്പം അമ്പലം, കാപ്പി കുടിക്കുക ചുണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ചുണ്ടേൽ, ഇത് രണ്ടും മാറരുത്, ഇമ്പോർട്ടന്റ്. പുൽത്തൈലം, എടാ ഒടിഞ്ഞ കാലിൽ നമ്മൾ എന്തിടാറുണ്ട്? പുൽത്തൈലം ഇടാറുണ്ട്. പഠിക്കുക, ഒടിഞ്ഞ കാലിൽ നമ്മൾ പുൽത്തൈലം ഇട്ടൊന്ന് സെറ്റാക്കും. ക്ലിയർ ആണേ? പുൽത്തൈല കേന്ദ്രം ഓടക്കാലി. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ കേരളത്തിൽ 4 സ്ഥലങ്ങളുണ്ട്. പഠിച്ചു വെച്ചേക്ക, കോഡൊന്നും ഞാൻ പറയുന്നില്ല. നെല്ലെന്ന് കേൾക്കുമ്പോൾ വെറ്റിലല്ല, വൈറ്റിലയാണ്, കായംകുളമാണ്, പട്ടാമ്പിയാണ്, മാങ്കൊമ്പാണ്. ഒരു വെറ്റിലയൊക്കെ ഒട്ടിച്ച് വെച്ച് കായംകുളം കൊച്ചുണ്ണി പാട്ടുപാടി മാവിന്റെ കൊമ്പിൽ കയറിയെന്നോ, അല്ലെങ്കിൽ വേറെ പല കോഡുകളുണ്ട്. നെല്ല് പത്തായത്ത് പോയിട്ട് നെല്ലെടുക്കാൻ വേണ്ടിയിട്ടേ പാട്ടൊക്കെ പാടി മാവിന്റെ കൊമ്പ് കയറിയിട്ട് വെറ്റില വള്ളിയിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണി എന്ത് ചെയ്തു? നെല്ലടിച്ച് മാറ്റുന്ന ഒരു കഥയൊക്കെ മുമ്പ്, ഇപ്പോഴൊന്നല്ല, ഒരു 5-8 വർഷം മുമ്പ് ഓഫ്ലൈൻ സെന്ററിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. മാങ്കൊമ്പ്, പട്ടാമ്പി, വൈറ്റില, കായംകുളം. മാങ്കൊമ്പ്, വൈറ്റില, കായംകുളം, പട്ടാമ്പി. മാവിന്റെ കൊമ്പ് പാട്ട് പാടിയിട്ട് വെറ്റില വള്ളി ഇങ്ങനെ പിടിച്ചിട്ട്
എന്ത് പോകുന്നു? കായംകുളം കൊച്ചുണ്ണി അരി എടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പം കായംകുളം കൊച്ചുണ്ണി വെറ്റിലവള്ളി പാട്ടുപാടി മാവിന്റെ കൊമ്പ് സെറ്റാണോ? സെറ്റ് ആവണം കേട്ടോ. യെസ്, ചുമ്മാ പറഞ്ഞാണ്. കോഡൊന്നും ആവശ്യമില്ല, വൈകാട്ട് പഠിച്ചോളൂ. കോഡ് ആവശ്യമുള്ളവരൊക്കെ കമന്റ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ കോഡുകളൊക്കെ ഞാൻ പലതും പറയാറില്ല യൂട്യൂബില്. അപ്പൊ ഏത്തവായ ഗവേഷണ കേന്ദ്രം, ഏത്തവായേ ഈ കണ്ണാറ എന്ന് പറയുന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? മുമ്പ് ഒരു പരീക്ഷ ചോദിച്ചു, നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഇവിടെയുള്ള പലർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ കമന്റ് ചെയ്യാൻ പറഞ്ഞത്. കണ്ണാറ ഏത് ജില്ലയിലാണ്? അപ്പൊ കാർഷിക സർവകലാശാല, കേരളത്തിലെ കാർഷിക സർവകലാശാല ഇമ്പോർട്ടന്റ് അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടന്റ്. എവിടെയാടാ? വെള്ളാനിക്കരയിലാണ്. എവിടെയാണ്? വെള്ളാനിക്കര. വെള്ളമുള്ള ഒരു കരയിലാണ് കൃഷിയുടെ മെയിൻ ഗവേഷണത്തിലുള്ള വെള്ളാനിക്കര. അങ്ങനെയാണെങ്കിൽ നേരത്തെ നെല്ല് പറഞ്ഞ പോലെ ഈ കരിമ്പ് വരുമ്പോ രണ്ട് സ്ഥലമാണ്. ഒന്ന് പത്തനംതിട്ട ജില്ലയിലും മറ്റൊന്ന് പാലക്കാടുമാണ്. തിരുവല്ല പത്തനംതിട്ടയാണ്, മേനോൻപാറ പാലക്കാടാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം അല്ലേ? തിരുവല്ല എന്നുള്ള തിരുവല്ല കേട്ടോ. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. തിരുവല്ല. ഓക്കെ. അപ്പോ തിരുവല്ല, മേനോൻപാറ. കരിമ്പ് തിന്ന് മേനോൻ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുക. ഇങ്ങനെ ഒരു മേനോൻ കരിമ്പ് തിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിച്ചൊന്ന് ആലോചിക്കുക. വെറുതെ നിങ്ങളിപ്പം BSc പഠിക്കാൻ പുതിയ ആളുകൾ തിരിഞ്ഞു കളിക്കുന്നുണ്ടോ എനിക്കറിയാം. എന്നാലും മേനോൻ ചേട്ടൻ കേട്ടോ, ആ കരിമ്പ് കടിച്ച് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാന്ന് ആലോചിച്ച് വേണമെങ്കിൽ വെച്ചോ. മേനോൻ ചേട്ടൻ കരിമ്പ് കടിച്ച് തിരിഞ്ഞ് കളിക്കാം. അപ്പൊ കൈച്ചക്ക ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ തെറ്റിക്കരുത്. വാഴക്കുളം എന്ന് പറയുമ്പോൾ നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഇടുക്കി റൂട്ടിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. അവിടെയും ഈ കൈച്ചക്കയെ ബന്ധപ്പെട്ട് കുറച്ചധികം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. മണ്ണ് സംരക്ഷണ കേന്ദ്രം ഇമ്പോർട്ടന്റ് ആണ്. കോന്നിയാണ്. കോന്നി മണ്ണ് സംരക്ഷണ കേന്ദ്രം. ബാംബു കോർപ്പറേഷൻ അങ്കമാലിയിലെ അമ്മാവെന്ന കേട്ടില്ലെങ്കിൽ അങ്കമാലി ഇത് ഇങ്ങനെയാണ്. അപ്പൊ അങ്കമാലി ബാംബു ബോയ്സ്, അംഗം ചെയ്യാൻ ബാംബു മുള എടുത്തു പോയി എന്ന് ആലോചിച്ചേട്ടോ. അംഗം ചെയ്യാൻ ബാംബു എടുത്തു പോയി. ഇനി നോക്കൂ, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 എണ്ണം ഇതാ ബോക്സിലാക്കി വെക്കാം. ഇത് 3ഉം PSC പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പിച്ചി. ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതുമ്പോൾ പിച്ചി ചി ഉണ്ടായിരുന്നത്. ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. അതായത് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പിച്ചി, ഫോറസ്റ്റ് അക്കാദമി അരിപ്പ. ഫോറസ്റ്റ് അക്കാദമി അരിപ്പ, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പിച്ചി. അത് 3ഉം പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഇതും അങ്ങനെ തന്നെയാണ്. കണ്ടൽക്കാട് മ്യൂസിയം ആദ്യത്തെ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിലാണ്, കോഴിക്കോടാണ്. ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കണ്ടൽക്കാട് മ്യൂസിയം എവിടെയാണ്? കൊയിലാണ്ടി. ഇങ്ങനല്ലേ ഇത്? കൊയിലാണ്ടി കേട്ടോ, കൊയിലാണ്ടി. അപ്പൊ കൊയിലാണ്ടി കണ്ടൽക്കാട്, കൊയിലാണ്ടി കണ്ടൽക്കാട്. സെൻട്രൽ സ്റ്റേറ്റ് ഫാം എവിടെയാണെന്ന് ചോദിച്ചാൽ ആറളത്താണ്. കണ്ണൂർ ജില്ലയിൽ ആറളം. നിങ്ങൾക്കറിയാം ആറളം വന്യജീവി സങ്കേതം അല്ലേ? അപ്പൊ ആറളമാണ് സെൻട്രൽ സ്റ്റേറ്റ് ഫാം. സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം. ഇത് PYക്ക് ഇതാ റീസെന്റ് വരെ ചോദിച്ചിട്ടുണ്ട്. പാറാട്ടുകോണത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ കേട്ടോ. കേരള ജോഗ്രഫി ക്ലാസ്സിൽ പറയും. അപ്പൊ സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം പാറാട്ടുകോണം. നാഷണൽ സീഡ് കോർപ്പറേഷൻ കരമന. കരയിൽ ഒരു മനയിൽ ഒരുപാട് സീഡ് ഉണ്ടാകും കേട്ടോ. കരയിലെ മനയിലാണ് സീഡ്. നാഷണൽ സീഡ് കോർപ്പറേഷൻ കരമന. കോഡൊന്നും ഞാൻ പറയുന്നില്ല, ഇതിനൊക്കെ കൂടുണ്ട്. നിങ്ങൾ 4 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ സെറ്റാണ്. ടിഷ്യൂ കൾച്ചർ എന്ന് കേൾക്കുമ്പോൾ ക്ലാസ് നീണ്ടു പോയത് കൊണ്ടാണ്. പാലോട്. ശരിക്കും പാലടൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വേണം. ഇല്ലെങ്കിൽ പാലട ഭയങ്കര ടേസ്റ്റ് അല്ലേ? ക്ലാസ് എടുത്ത് ഓൾറെഡി വയ്യാത്തതുകൊണ്ട് ഞാൻ കുഴങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പാലടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഒഴിക്കുക. അപ്പൊ ടിഷ്യൂ എടുക്കുക. നമ്മളെ കൾച്ചർ അങ്ങനെയാ അല്ലേ? ടിഷ്യൂ എടുക്കുന്നു, നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് തുടച്ച് പാലട കുടിക്കുന്നു, ടിഷ്യൂ എടുക്കുന്നു, കൾച്ചറിലൂടെ നല്ല ഇതാക്കുന്നു. അപ്പൊ സെറ്റ്. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കൊച്ചി എത്തിയത് സിനിമയിൽ സലീം കുമാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ വന്നേ ഒരു കോഴിക്കോട്ടേക്ക് നിങ്ങള്. അപ്പൊ കോഴിക്കോടാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അല്ലേ? കോഴിക്കോട്. സുഗന്ധ ഭവനോ, ഇത് ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ. എന്നാൽ വീട്, നല്ല സുഗന്ധമുള്ള വീട്. കൊച്ചി എത്തി എന്ന് പറയുന്നത് സലീം കുമാർ വീട്ടിലാണ്. ആ വീട്ടിൽ നല്ല മണാണ്. എന്നാൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അത് കോഴിക്കോടാണ്. അപ്പൊ സുഗന്ധ ഭവൻ എവിടെയാണ്? പാലാരിവട്ടം എന്ന് കേട്ടോ. അവിടെ പോയാൽ നല്ല സുഗന്ധമുള്ള ഭവനായതുകൊണ്ട് പലരും വരും, വട്ട് പിടിക്കും. കാരണം അമ്മ സ്മെല്ലല്ലേ, ഈ ഏലക്ക, ഗ്രാമ്പു, ജാതിക്ക എന്നൊക്കെ പറയുമ്പോ പലർക്കും വട്ട് പിടിക്കും. ഈ ഒരു ഭവനിൽ പോയാൽ, നല്ല സുഗന്ധമുള്ള ഭവനത്തിൽ പോയാൽ നമുക്കൊരു മത്താവില്ലേ,
ഒരു വട്ടാവില്ലേ? അപ്പൊ പലരും വരും വട്ടാവും. പാലാരി വട്ടം. കൊച്ചി സുഗന്ധഭവൻ എവിടെയാന്ന് ചോദിച്ചാൽ കൊച്ചി. സംസ്ഥാനത്തെ ഏലം ഗവേഷണ കേന്ദ്രം. ഏലം എന്ന് കേൾക്കുമ്പോൾ 2 ഐറ്റംസ് ആണ്. ഏലക്കായ അല്ലെങ്കിൽ ഏലം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഒന്ന് പാമ്പ്, മറ്റൊന്നും മയില്. മയില് ഇന്ത്യയുടെ ദേശീയ പക്ഷിയല്ലേ? അല്ലെ? 1963 ദേശീയ പക്ഷിയായിട്ട് മയിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോ ദേശീയ പക്ഷി ആയതുകൊണ്ട് മയിലെന്ന് കേൾക്കുമ്പം കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം, അത് മയിലാടും പാറ. മയിലാടുന്ന പാറയിൽ എന്തുണ്ട്? ഏലക്കായിട്ട് ഒരുപാട്. അതിൽ കയറുന്ന മയിൽ ഇങ്ങനെ ഡാൻസ് കളിക്കട്ടോ. ഏലക്കായിൽ മയിലാടും പാറ, മയില്, ഏലം കേന്ദ്രം. ഓക്കെ, അങ്ങനെയാണെങ്കിലോ ഈ പറയുന്ന സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രമോ? കേരളമായതുകൊണ്ട് സംസ്ഥാനമായത് പാമ്പ് അതിൽ കൂടി ഇങ്ങനെ പാമ്പാടും പാറ. പാമ്പ് ഇങ്ങനെ ഡാൻസ് കളിക്കുക കേരളത്തിൽ, ലോക്കൽ. പാമ്പ് കിടന്ന് ഇങ്ങനെ കളിക്കുന്നത് പാമ്പാടും പാറ ഏലം സ്റ്റേറ്റ്, എന്നാൽ മയില് കളിക്കുന്ന കേന്ദ്രം സെറ്റ്. പാലാരിവട്ടം സുഗന്ധ ഭവൻ. ടിഷ്യൂ കൾച്ചർ എന്താണ്? പാലട, പാലോട് അല്ലെ? പാലോട്. കരയിലെ മനയിൽ എന്തുണ്ട്? നാഷണൽ സീഡ്. സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം പാറാട്ടുകോണം. ഇതിനൊക്കെ കോഡുണ്ട്, ഞാൻ എല്ലാം പറഞ്ഞില്ല കേട്ടോ. തൽക്കാലം ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ കൂടി ക്ലാസ് എടുക്കാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മുഴുവൻ GK ക്ലാസ്സുകൾ, ഇത് മുമ്പത്തെ ഒരു ക്ലാസിന്റെ ഒരു 3 പേജ് മാത്രം ഞാൻ ഉൾപ്പെടുത്തി കേട്ടോ. SCRTയുടെ കൂടെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി എനിക്ക് തീരെ വയ്യാഞ്ഞിട്ട് ഞാനിത് ഒരു എനർജി ഒന്നും ഇല്ലാണ്ട് ക്ലാസ് എടുത്താണ്. ഇതുവരെ കണ്ടവരുണ്ടെങ്കിൽ ഇതാ ഇപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ ഇതിനൊരു കമന്റ് ചെയ്യുക, നിങ്ങളൊരു ലൈക്ക് അടിക്കുക. ഇത് ചെയ്താൽ നമുക്ക് ക്ലാസ്സുകൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ SCRT മാത്രമല്ല GK ക്ലാസ്സുകളും കറണ്ട് അഫേഴ്സും കംപ്ലീറ്റ്, ഇനിയിപ്പോ മാത്സ് ഉൾപ്പെടെ ഭാവിയിൽ നമ്മൾ ഒരുപക്ഷെ എടുക്കും. അപ്പൊ ഇതെങ്ങനെ പഠിക്കുന്നു ചോദിച്ചാൽ ഇതിന്റെയൊക്കെ എക്സാം വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, ഒരു 5ഓ 10ഓ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ആ പ്ലേലിസ്റ്റിനകത്ത് ആ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ എക്സാം മോക്ക് ടെസ്റ്റ് ആയിട്ട് നൽകും. പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങൾ ബാക്കിയുള്ള ഒരുപാട് ടോപ്പിക് ടൈം ടേബിൾ ഒക്കെ തരുന്ന സമയത്ത് എങ്ങനെ പഠിക്കും? ടൈം ടേബിൾ തരുന്ന GK ക്ലാസ്സുകൾ ഒരു ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും പതിയെ ഒരു 6 മാസം ആകുമ്പോഴേക്കും നിങ്ങൾ എഴുതാൻ പോകുന്ന 2026 പരീക്ഷകൾക്കൊക്കെ ഒരുപാട് സമയം ഇനിയുണ്ട്. നമ്മളൊരു കോഴ്സ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ക്ലാസ് നൽകുമെന്ന്, അത് ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ അല്ല, ഒരു 6 മാസം കൊണ്ടാണ്. നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. GK ക്ലാസ്സുകളും കറണ്ട് അഫേഴ്സും SCRTയും പ്രോപ്പറായിട്ട്. ഇപ്പൊ SCRT 7ാം ക്ലാസ് ആദ്യം തീർക്കുക, അതിനുശേഷം 8ാം ക്ലാസ് കംപ്ലീറ്റ് തീർക്കുക. അപ്പൊ 7ാം ക്ലാസ് തീർന്ന മുറയ്ക്ക് അതിന്റെ എക്സാമുകൾ ഇത് നമുക്ക് യൂട്യൂബിലൂടെ നൽകും, നിങ്ങൾക്ക് മറ്റുള്ള ക്ലാസ്സുകൾ. അപ്പൊ നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും, അടുത്ത വീഡിയോയിൽ ഞാൻ അതിന് മറുപടി നൽകും. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.